Today we are talking about the La Liga English Premier League, and Saudi Pro League. Pro League. ഇന്ന് ബെൻസിമ ഇത്തിഹാദിൽ നിന്ന് അൽ ഹിലാലിലോട്ട് മാറി. അതെ, അപ്പൊ അണ്ണന് കുറച്ച് പേടിച്ചിട്ടുണ്ട്. പേടിച്ചിട്ടൊന്നുമില്ല, കാരണം ഞങ്ങൾ ആകെ ഒരു പോയിന്റ് വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. അടുത്തൊരു മാച്ച് 2-3 മാച്ച് ജയിച്ചാൽ സുഖമായിട്ട്. അണ്ണൻ കഴിഞ്ഞ ഗെയിമിൽ ഇറങ്ങിയിട്ടില്ല, എന്തോ ഇഷ്യൂസ് ഉണ്ട് മാനേജ്മെന്റ് ആയിട്ട്. അൽനാസറുമായിട്ട് എന്തോ ഇഷ്യൂസ് ഉണ്ട്. ഇന്ന് 1:30 മാച്ച് ഉണ്ട് മാഡ്രിഡിനെ കൊടുത്ത അൽബെസ്റ്റ് ആയിട്ട്. കണ്ടറ ഇവരെ ഉടുക്കോ ഇല്ലയോ? ഇല്ല, ഞങ്ങൾക്ക് പേടിയില്ല. കഴിഞ്ഞ ദിവസങ്ങൾ മാഡ്രിഡ് ജയിച്ചു, ബാർസലോണ ജയിച്ചു, ലാലിഗൽ ആണെങ്കിൽ സിറ്റി ഡ്രോ ആയി. ആർസണലാണ് ഇപ്പോഴും ടേബിൾ ടോപ്പ്. ആ സിറ്റി ഒന്ന് ജയിച്ചിരുന്നെങ്കിൽ വേണമെങ്കിൽ ആർസണലിന് ഒരു അഡ്വാൻറ്റേജ് കിട്ടിയേനെ. പക്ഷേ അതെ, പ്രീമിയർ ലീഗിൽ ആർസണൽ ടേബിൾ ടോപ്പും ലാലിഗയിൽ ബാർസലോണ ടേബിൾ ടോപ്പ്. യുണൈറ്റഡും മുട്ടം ഫോമിലാണ്. യുണൈറ്റഡും ചിലപ്പം അതെ മിനിമം ഒരു സെക്കൻഡ് ഫിനിഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം പറയാൻ പറ്റില്ല, ചിലപ്പോൾ കപ്പൊക്കെ അടിക്കുന്നതായിരിക്കും. ഓ, അതൊന്നുമില്ല. ആർസണൽ തന്നെ, എന്റെ അഭിപ്രായത്തിൽ ആർസണൽ തന്നെ ആയിരിക്കും. പറയാൻ പറ്റൂല ഗൈസ്. ഈ വട്ടം ലാലിഗയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ലാലിഗ ബാർസലോണ തന്നെ തൂക്കുമെന്നാണ് എന്റെ അഭിപ്രായം. ഒരു പോയിന്റ് വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. ഇപ്പം അത് വിഷയമല്ല. രണ്ടുപേരും ഒന്നാം സ്ഥാനത്താണോ? രണ്ടുപേർക്ക് ഏകദേശം ഒരു ചാൻസ് ആണുള്ളത്. ഒന്നാം സ്ഥാനത്താണോ എന്താണെന്ന് അത് മൈൻഡ് ചെയ്യണ്ട. എന്തായാലും കണ്ടറിയാം നമുക്ക്. ഓക്കെ, ഇന്ന് കോപ്പ ഡെൽ റേ മാച്ച് ഉണ്ട് 1:30. അപ്പം ജയിക്കും എന്ന് കമന്റ് ചെയ്യുക. ഓൾറെഡി മാഡ്രിഡിന് കൊടുത്ത ടീമാണ്, പക്ഷെ ബാസക്ക് ആ പേടിയില്ല, കാരണം ഇത് ബാസയാണ്. ടെസ്കൽ ബാസ ഉടുക്കും ഇല്ല. സോ കമന്റ് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.